UDF അങ്ങനെ ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ രൂപീകരിക്കാമെന്ന നിലപാടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇത്തരമേൽ സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ന്യൂസ് ട്രെൻഡ്സ് അതിശക്തമായ പോരാട്ടങ്ങൾ നടന്ന ഇടങ്ങൾ, ജില്ലകൾ, ചില മണ്ഡലങ്ങളൊക്കെ പരിശോധിച്ചു പോയി. അതിൽ പലതിലും UDF-നും LDF-നും NDA-ക്കും ഒക്കെ പ്രതീക്ഷകൾ ഉണ്ട് എന്ന കാര്യവും നമ്മൾ പങ്കുവച്ചതാണ്. ഇനി നമ്മൾ പോകുന്നത് തൃത്താലയിലേക്കാണ്. തൃത്താലയിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തിയത്. അവിടെയാണ് നമ്മൾ രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷകൾ എപ്രകാരം എന്നത് വിലയിരുത്താൻ പോകുന്നത്. ആദ്യം നമ്മൾ UDF-ന്റെ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ അവിടെ കൃത്യമായി VT ബൽറാം തന്നെ വിജയിച്ചു കയറും എന്ന പ്രതീക്ഷ ആണ് പ്രധാനമായും UDF വെച്ചു പുലർത്തുന്നത്. 6 പഞ്ചായത്തുകളിൽ കൃത്യമായ മേൽക്കൈ നേടാൻ സാധിക്കും എന്ന പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. 5000 വോട്ടിന് അടുത്തോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ഭൂരിപക്ഷം എന്ന നിലയിലേക്കാണ് തൃത്താലയിൽ UDF പ്രതീക്ഷിക്കുന്നത് എങ്കിൽ LDF ആകട്ടെ അങ്ങനെയല്ല. LDF ഇത്തവണ UDF-നെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന നിലപാടിൽ തന്നെയാണ്. അവിടെ ഒരു സംശയവും വേണ്ട, MP രാജേഷ് തന്നെ വിജയിക്കും എന്ന നിലപാടിൽ ആണ് LDF എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് പല പഞ്ചായത്തുകളിലും ഒപ്പത്തിനൊപ്പം എന്ന വിലയിരുത്തലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ LDF-ഉം UDF-ഉം ഇത്തരത്തിൽ കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ 15000-ത്തിലധികം വോട്ടുകൾ നേടും എന്നതാണ് BJP-യുടെ വിലയിരുത്തലായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തൃത്താല വിധിയെഴുതി കഴിയുമ്പോൾ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെയെന്ന ചിത്രം CV അനുമോദാണ് നൽകുക. അനുമോദ്, തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ മണ്ഡലങ്ങളിലെയും കണക്കുകൂട്ടലുകളുണ്ട്. പക്ഷേ തൃത്താല ഇത്തവണ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്നു. അവിടെ 2 യുവ തുർക്കികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന, ഇരുവരും അവരുടെ പ്രസ്ഥാനങ്ങളിൽ ശോഭിച്ചു നിൽക്കുന്ന നേതാക്കൾ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോഴുള്ള പ്രതീക്ഷകൾ ഈ നിലയിലേക്കുള്ള കണക്കുകൂട്ടലുകളിലേക്ക് ഇരു മുന്നണികളെയും എത്തിക്കുന്നത് എങ്ങനെയാണ്? അഭിലാഷ്, നമുക്കറിയാം തൃത്താല ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖമായ MP രാജേഷിൻ്റെ മണ്ഡലമാണ്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ആദ്യം പ്രതിഫലിക്കുന്ന മണ്ഡലം തൃത്താലയാകുമെന്ന് വേണം വിലയിരുത്തുവാൻ. മറുവശത്ത് VT ബൽറാം കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് പകരം വീട്ടാൻ എന്ന പ്രതീക്ഷയിലാണ്. ഇത്തവണ 2 പേരും LDF-ഉം UDF-ഉം ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം, ആർക്കാണെങ്കിലും ഭൂരിപക്ഷം ഒരു 2000-ന് മുകളിലോ 5000-നും ഇടയിലും ആയിരിക്കും എന്നുള്ള തരത്തിലാണ്. ഒരു വലിയ മെജോറിറ്റി ഒന്നും ഉണ്ടാകില്ല. കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ വിജയം തൃത്താല ഉണ്ടാകില്ല എന്ന് 2 മുന്നണികളും ഒരേപോലെ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ 8 പഞ്ചായത്തുകളാണ് തൃത്താലയിലുള്ളത്. അതിൽ 2 പഞ്ചായത്തുകൾ, തിരുമറ്റക്കോടും നാഗലശ്ശേരിയും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള പഞ്ചായത്ത്. നാഗലശ്ശേരിയൊക്കെ വലിയ ഭൂരിപക്ഷത്തോടെ വലിയൊരു ലീഡ് LDF ഉണ്ടാകുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. നാഗലശ്ശേരിയും തിരുമറ്റക്കോടും കൊണ്ടുവന്ന ലീഡ് മാത്രം മതി മറ്റ് പഞ്ചായത്തുകളിലെ UDF-ന്റെ നേരിയ ലീഡിനെ മറികടക്കാനെന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. അങ്ങനെ കണക്കാക്കുമ്പോൾ 2000-ന് മുകളിൽ വോട്ടിന് MP രാജേഷ് വിജയിക്കുമെന്നൊരു കണക്കുകൂടലാണ് അവർക്ക് മുമ്പിലുള്ളത്. പക്ഷേ അവിടെ പ്രധാനമായിട്ടും ഈ UDF-നെ സംബന്ധിച്ച് ഈ തവണ കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമാണെന്ന് പറയുന്നു. ഒന്ന്, വികസനം മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച LDF-ന്റെ പ്രചരണം തൃത്താലയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പറയുന്നു. അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് റോഡ് വികസനമടക്കം അവിടെ ചർച്ചയായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. രണ്ടാമതായിട്ട് അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇത്തവണ UDF-ന് അനുകൂലമായിട്ട് വരും എന്നൊരു വിലയിരുത്തൽ പ്രധാനമായിട്ടുമുണ്ട്. SDP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും UDF-ന് അനുകൂലമായിട്ടൊരു ആഭിമുഖ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകും. അത് കഴിഞ്ഞ തവണ 3000-നാണ് അവിടെ UDF തോറ്റത്. ഈ തവണ അത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു സാഹചര്യം ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അല്ലെങ്കിൽ അവരുടെ പിന്തുണ UDF-ന് ലഭിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കും എന്നൊരു വിലയിരുത്തലാണ് UDF-നെ സംബന്ധിച്ചിട്ടുള്ളത്. നാഗലശ്ശേരിയും തിരുമറ്റക്കോടും LDF ലീഡ് ചെയ്യും എന്ന് UDF പറയുന്നുണ്ടെങ്കിലും LDF പ്രതീക്ഷിക്കുന്നത്ര വലിയ മാർജിനിൽ അവിടെ ലീഡ് ചെയ്യാൻ കഴിയില്ല. മറ്റ് ഇടങ്ങളിലെ ലീഡ് കൊണ്ട് ഈ ഇടങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് UDF അവിടെ പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും വലിയൊരു ഭൂരിപക്ഷം ആരും അവകാശപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അവിടെ കടുത്ത പോരാട്ടമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന. BJP ആകട്ടെ അവരുടെ മികച്ച നേതാവായിട്ടുള്ള PM നിഷ മാഷയാണ് അവിടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നത്. 15000 എന്ന് പറയുമ്പോഴും BJP പുറമേക്ക് പറയുന്നത് 22,000-ന് മുകളിൽ വോട്ട്, അതായത് അവരുടെ തൃത്താലയിലെ ഏറ്റവും മികച്ച ഒരു പോളിംഗ് ആയിരിക്കും, ഒരു വോട്ട് ശതമാനമായിരിക്കും BJP നേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ BJP 22,000-ന് മുകളിൽ വോട്ട് നേടിയാൽ ആർക്കായിരിക്കും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം LDF-നും UDF-നും ഒരുപോലെ തന്നെ ഭീഷണി ഉണ്ടാക്കുന്നതായിരിക്കും BJP അവിടെ നേടുന്ന വോട്ടിൻ്റെ കണക്കുകൾ. അഭിലാഷ്.
യെസ്, അതായത് ഒരു കാര്യം കൂടി, അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ BJP നേടുന്ന വോട്ടുകൾ അത് എവിടെ നിന്ന് നഷ്ടമാകുന്നു എന്നത് ഈ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒന്നാകുമോ അനുമോൻ? നമുക്ക് അവിടുത്തെ ഒരു 2 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് അവിടെ ഉള്ളത്. ഇത്തവണ ആ ഒരു കണക്ക് കൂടി മുൻപത്തേക്കാൾ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കൂടി അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2,03,700 വോട്ടർമാരാണ് തൃത്താലയിലുള്ളത്. കഴിഞ്ഞ തവണ അത് 1,94,108 ആയിരുന്നു. അപ്പോൾ ഈ വോട്ടർമാരിലുണ്ടായ വർധനവ് അവിടെ വിധി നിർണ്ണയിക്കുന്ന നിർണായകമാകും. മാത്രമല്ല BJP നേടുന്ന വോട്ടുകൾ അവർ 20,000-ന് മുകളിൽ വോട്ട് നേടുകയാണെങ്കിൽ അത് ആരുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമെന്ന ചോദ്യമാണ് വരുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF അവിടെ വിജയിച്ച് കയറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട്, അതായത് 2016-ലും 2021-ലും 10,000-ന് മുകളിൽ വോട്ട് അവിടെ BJP നേടിയിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ BJP 14,000 വോട്ട് നേടിയ സമയത്ത് അവിടെ UDF വിജയിച്ചത്, BT ബൽറാം വിജയിച്ചത് 10,547 വോട്ടിനാണ്. അന്ന് BJP നേടിയ വോട്ടിൽ ഭൂരിഭാഗവും ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു എന്ന് വേണം ആ കണക്ക് നോക്കാൻ. 2021-ൽ BJP സ്ഥാനാർത്ഥി നേടിയത് 12,851 വോട്ടാണ്. അതായത് 2016-നേക്കാൾ കുറവാണ് ആ വോട്ട്. അപ്പോൾ വിജയിച്ചത് തന്നെയാണെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നത് മാത്രമാണ് ഇരു മുന്നണികളുടെയും പ്രതീക്ഷ എന്നതാണ് ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.